ഞാൻ നിൽക്കുന്നത് ഏത് ഭാഗത്താണെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് തീരുമാനം. ഞാൻ എന്നെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളേക്കാൾ കൂടുതൽ കാണുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളുടെ പിന്നാലെയാണ്. അതോടൊപ്പം പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് പൈസ മിനിമം തിരിച്ചു കിട്ടിയെങ്കിലും വേണം മുടക്കിയ പൈസ എന്നുള്ളതാണ് എൻ്റെ ബേസ് തോട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സിനിമ ഉണ്ടാക്കുന്നത്, അതിൽ നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു തോട്ട് വന്നു, അപ്പോൾ എനിക്കറിയാം ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമേഴ്സ്യലി വർക്കൗട്ട് ആവില്ല, തിയേറ്ററിൽ ചിലപ്പോൾ വർക്കൗട്ട് ആവില്ല. കാശ് മുടക്കുന്ന ആൾക്കെന്നാൽ കാശ് മുടക്കുകയും വേണം, എന്നാൽ കാശ് മുടക്കുന്ന പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടാനും സാധ്യത കുറവാണ്. അത് ഞാൻ അപ്പോൾ തന്നെ അത് ഉപേക്ഷിക്കുകയാണ്, ആ തോട്ട് ഉപേക്ഷിക്കുകയാണ്. പക്ഷെ ആ പടം ഞാൻ ചെയ്താൽ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറെ വിളിച്ച് അയാളെ കൊണ്ട് പൈസ ചെയ്ത് ചിലപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയേക്കാം, പക്ഷെ തിയേറ്ററിൽ വിജയിക്കുന്നൊന്നുമില്ല. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് ഞാൻ പോകാറില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റർടൈനർ ആയിട്ടുള്ള സിനിമകളുടെ ആളാണ്. എനിക്ക് അത്രേ ആവശ്യമുള്ളൂ, എനിക്കത് തന്നെയാണ് എൻ്റെ സംതൃപ്തി. ഇനിയിപ്പം ഞാൻ എന്താ പറയുക, മെസ്സേജ് പൊതുസമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന സിനിമ, ഞാൻ അതിനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ മെസ്സേജ് കൊടുത്തിട്ടൊന്നും ലോകം നന്നാവാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് സിനിമയെ കൂടി. ഇവിടെ ഒരുപാട് പേര് മെസ്സേജ് കൊടുത്തു വന്ന വലിയ യുഗപുരുഷന്മാർ വന്നിട്ട് നന്നാവാത്ത ലോകത്തിന് ഞാൻ ഇനി സിനിമയെ കൂടി മെസ്സേജ് കൊടുത്ത് എങ്ങനെ നേരാക്കാനാണ്? അപ്പൊ ശരി, എനിക്ക് എന്തായാലും അയ്യപ്പനും കോശിയിലോട്ടും കൂടെ പോകാം. കാരണം അനാർക്കലിയിൽ ഞങ്ങൾ ബിജു മേനോൻ പൃഥ്വിരാജ് ജോഡിയെ കണ്ടു, അതുപോലെ തന്നെ വീണ്ടും അവരൊന്നിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട് സർ, എന്താണ് ആ ഒരു പടത്തെ പറ്റി പറയാവുന്ന കാര്യങ്ങൾ മാത്രം? അനാർക്കലിയിലെ നായകൻ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജാണ്. ശന്തനുവിൻ്റെ കഥയാണ് അനാർക്കലി. അതിൽ ശന്തനുവിൻ്റെ സുഹൃത്ത് മാത്രം, സഹോദര തുല്യനായ സുഹൃത്ത് മാത്രമാണ് ബിജു മേനോൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ടിങ് ആക്ടറാണ്. ബിജു മേനോൻ അന്ന് ആ ക്യാരക്ടർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമില്ല, കാരണം ബിജു മേനോൻ ആ സമയത്ത് ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും ബിജു മേനോൻ എന്ന് പറഞ്ഞതെന്നുണ്ടെങ്കിൽ വളരെ അടുപ്പമുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. സിനിമയിൽ വന്ന കാലം മുതൽ ഞാൻ വരുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ് ബിജു വന്നു, പക്ഷെ എന്തായാലും ഞാൻ സിനിമയിൽ വന്ന കാലം തൊട്ട് എനിക്ക് വളരെ ജെന്യുവനായിട്ട് എൻ്റെ അത്ര അടുപ്പം തോന്നിയിട്ടുള്ള ഒരാളാണ് ബിജു. അപ്പോൾ ബിജുവിനോട് സാന്ദർഭികമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമ പൃഥ്വിരാജാണ് നായകൻ, അതിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ റൂട്ട് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ക്യാരക്ടർ ഇങ്ങനെ സക്കറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഇതാരാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, 2 കൊല്ലം മുമ്പാണെങ്കിൽ ഞാൻ നിന്നോട് ചെയ്യാൻ പറയായിരുന്നു, പക്ഷെ ഇപ്പം പറയില്ല, കാരണം നിനക്കിപ്പോൾ സോളോ ക്യാരക്ടേഴ്സ് ഉള്ളത്, നീ എന്താ ഈ ക്യാരക്ടർ എന്തായാലും സപ്പോർട്ടിങ് ആണ്. അപ്പോൾ എടുത്ത് വായിക്ക് ബിജു പറഞ്ഞു, ഇല്ല ഞാനാണിത് ചെയ്യുന്നത്, ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞു, നീ ചെയ്താൽ എനിക്ക് സന്തോഷം, അല്ലാണ്ട് സൗഹൃദത്തിനെ ചൂഷണം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയാണ് ബിജു ആ ക്യാരക്ടർ ഒന്ന് ചെയ്തത്, സക്കറിയ ചെയ്യുന്നത് അതിനകത്ത്. അപ്പോൾ അത് എൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കിയൊരു കാര്യമാണ് ബിജു ആ ക്യാരക്ടർ ചെയ്യാൻ വില്ലിങ് ആയത്. അല്ലാണ്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടോ ഞാൻ പ്രഷർ ചെലുത്തിയിട്ടോ ഒന്നുമില്ല, അതൊക്കെ വലിയ സന്തോഷം. പിന്നെ ഈ അയ്യപ്പനും കോശിയിലേക്കും വരുമ്പോൾ ഇത് തുല്യ ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സാണ്. അതായത് 2 പേരും പ്രോട്ടഗണിസ്റ്റാണ്, 2 പേരും ആൻറ്റഗണിസ്റ്റാണ്. നമ്മൾ സാധാരണ സിനിമകളിൽ അല്ലെങ്കിൽ കഥകളിലൊക്കെ നായകൻ നന്മയുടെ നിറകുടം എന്ന് പറയാറില്ലേ, അങ്ങനെ ഒരു മനുഷ്യജീവിയും ഭൂലോകത്ത് ജീവിച്ചിട്ടില്ല. എല്ലാവരിലും നന്മയുണ്ട്, തിന്മയുണ്ട്.